നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ഇന്ന് പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നില്ലെന്ന് കരുതി നിങ്ങളെ അടിക്കുന്നവനും പിടിക്കുന്നവനും ഒന്നും അല്ല ദൈവം. പക്ഷേ എങ്ങനെ ദൈവത്തോട് സംസാരിക്കാതിരിക്കും, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും, എങ്ങനെ കർത്താവിനോട് നമ്മൾ സമയം ചെലവഴിക്കാതിരിക്കും, നമ്മുടെ അപ്പനോട്, നമ്മുടെ അമ്മയോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന, ഓരോ ദിവസവും പരിപാലിക്കുന്ന, ഓരോ ദിവസവും നിലനിർത്തുന്ന, ഹല്ലേലൂയ, പല പ്രതിസന്ധികളാ ലോകത്തിൽ പല പ്രശ്നങ്ങളും മനുഷ്യർ അനുഭവിക്കുമ്പോൾ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ച് നിലനിർത്തിയിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശല്യങ്ങൾ പ്രാർത്ഥനയിലുള്ള ആത്മീയ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ഫോണോ നിങ്ങളുടെ മറ്റ് യാതൊരു സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കരുത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി അറിയിക്കുന്നു, നിങ്ങളുടെ പ്രെയർ ലൈഫിനെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഏതൊരു മീഡിയ നിങ്ങൾ തുറന്നാലും, ഏതൊരു സംഭവങ്ങൾ ഈ ദിവസങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങളുടെ അകത്ത മനുഷ്യന് ഭീതി ഉണ്ടാക്കുന്ന, ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതൊന്നും നിങ്ങളുടെ അകത്ത മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്യത്തില്ല. ഈ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ, ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ, ഈ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ട്. ഇത് പരിഹരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ കാണണം, നിങ്ങൾ ദൈവസന്നിധി കാണണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് നടന്നാൽ എടുക്കപ്പെടണം. പ്രൈസ് ഗോഡ്. ഈ വിഷയങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വളരെ കൃത്യതയോടെ അറിയിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന.